ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ നമ്മളുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് പഠിക്കുന്ന കുറേയധികം ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് OA മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാകും. ഡിഗ്രി ലെവലിലുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, KS, പിന്നെ കുറേയധികം എക്സാംസ് നമുക്ക് ഇനിയും ഈ ഒരു വർഷം വരാനിരിക്കുന്നുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ ചെയ്തു തുടങ്ങേണ്ട ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുക എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ കുറച്ച് അങ്ങോട്ട് ബാക്കോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ നോക്കി തുടങ്ങുന്നത്. കാരണം ഇനി നമ്മൾ ഈ പ്രസന്റ് ഇയറിലെയും കൂടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകേണ്ടത് കൊണ്ട് നമ്മൾ കുറച്ച് ബാക്കോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കണം. കാരണം അവർ പുതിയതായിട്ട് ഇനി നടക്കാൻ പോകുന്ന പുതിയൊരു എക്സാമിന് അവരെന്ത് ചെയ്യും, കുറച്ചും കൂടെ അങ്ങോട്ട് ബാക്കോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വതേ എല്ലാവരും അങ്ങനെ കൂടുതലായിട്ട് ആൻസർ ചെയ്യാൻ സാധ്യതയില്ലാത്ത, നിങ്ങളധികം കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ കൂടുതൽ ശ്രമിക്കുന്നത്. അത് എസ്പെഷ്യലി ഡിഗ്രി ലെവൽ, അതുപോലെ തന്നെ 10th ഒക്കെ ഇപ്പോൾ സാധാരണയായിട്ട് എല്ലാവരും കണ്ടു കാണാൻ സാധ്യതയില്ലാത്ത ചിലതിൻ്റെയൊക്കെ നമുക്കിപ്പോൾ കോമൺ ആയിട്ട് വളരെയധികം കുറേ എന്താണ് ഇതിൽ എഴുതുന്നവരുണ്ട്. കുറേ സ്റ്റേജസ് ആയിട്ട് നടക്കുന്ന എക്സാം അല്ലാതെ വേറെയും കുറേ രീതിയിൽ നടക്കുന്നുണ്ട് മെയിൻസിന്റെ ലെവലിലാണെങ്കിലൊക്കെ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെയാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ കേവലം ആൻസേഴ്സ് മാത്രമല്ല പറയുന്നത്, നമ്മൾ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെ തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആകുകയുള്ളൂ. ഇതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ പഠനം ശരിയായ രീതിയിൽ നടത്താൻ. ഓക്കെ, ഇപ്പോൾ സെക്രട്ടേറിയറ്റ് OA മെയിൻസിന് വേണ്ടി പഠിക്കുന്നവരാണ് ഇത് കാണുന്നത് എങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പറയുന്ന ആ ഒരു പോർഷൻസിന്റെ കറസ്പോണ്ടിങ് ടോപ്പിക്സും കൂടെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. ഇതുവരെ പഠിച്ച രീതിയിൽ നിന്ന് വ്യത്യസ്തമായൊരു രീതിയിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെ ഒരു രീതി ഫോളോ ചെയ്തു, എന്നിട്ടും അത് വർക്കൗട്ട് ആവുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പാറ്റേൺ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഓക്കെ, നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മടുക്കാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ തോന്നണം. ഓക്കെ, അങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ്, ആ പഠിക്കുന്നതിനനുസരിച്ച് ചോദ്യപേപ്പറുകളും കൂടെ ചെയ്യണം. അത് എസ്പെഷ്യലി നിങ്ങളിപ്പോൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് കൂടുതൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കൂടുള്ളൂ. അതിൽ നിന്ന് നല്ലോണം മാർക്ക് കയറുമ്പോൾ ഇതൊക്കെ എനിക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നോ എന്നുള്ള ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ തോന്നും. എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വളരെ നമുക്ക് മാർക്ക് കുറഞ്ഞ് കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ പഠിച്ച് നമ്മൾ ആ ഒരു ലെവലിൽ കൂടി വരുമ്പോൾ നമുക്കിപ്പോൾ ഒരു ആൻസറിങ് ചെയ്യുമ്പോഴൊക്കെ 70+, 80+ ഒക്കെ മാർക്സ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അങ്ങനെ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പമാകുകയാണ് എന്നുള്ളത് ഒരു ബോധം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ എന്നെ കൊണ്ട് ഇത് സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസും കൂടെ നമുക്ക് കൂടും. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറയുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെയധികം നിങ്ങൾക്ക് ടഫായിട്ട് തോന്നാൻ സാധ്യതയുള്ള ഒരു മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ഒക്കെ തന്നെയായിരുന്നു ഈ ഒരു മെയിൻസിൽ ആക്ച്വലി ഉണ്ടായിരുന്നത്. ഓക്കെ, ഡിഗ്രിയുടെ ലെവലിലുള്ള ഒരു പേപ്പർ ആയിരുന്നു അത്. പക്ഷെ നമുക്കുള്ള പോർഷൻസ് ആണ്, പക്ഷേ ഇൻഡെപ്തിൽ ആണ് കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളതെന്ന് മാത്രം. നല്ലവണ്ണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഉണ്ട്. നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നോക്കുകയാണെങ്കിൽ നല്ല കിടിലൻ കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഓക്കെ, അത്യാവശ്യം ട്രിക്കി ആകുന്ന തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിലും ചോദിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ഇനി എഴുതാൻ പോകുന്ന ഒറ്റ പരീക്ഷയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. ഓക്കെ, OA മെയിൻസ് ആണെങ്കിൽ ഒരു ഒറ്റ എക്സാം ആണ്. VFAയും സ്വാഭാവികമായിട്ട് ഒറ്റ എക്സാം ആകാനാണ് ചാൻസ്. പ്രിലിംസ് ഇല്ലാതെ മെയിൻസ് മാത്രമാവാനാണ് ചാൻസ്. അപ്പോൾ അതിനൊക്കെ ഹെൽപ്ഫുൾ ആകും നമ്മളിപ്പോൾ ഈ ഒരു ഇതിൽ പഠിച്ചു പോവുകയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെ നമ്മളോടും ചോദിക്കാം, കാരണം അതേ പോർഷൻസ് ഇപ്പോൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, നമ്മൾ ഇപ്പോഴേ അത് കൃത്യമായിട്ട് ആ ഒരു ഏരിയാസ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് ചോദിച്ചാലും എളുപ്പമാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തത്, യൂറോപ്യന്മാരുടെ കേരളത്തിലെ വരവ് സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ കൈ കിട്ടുമ്പോൾ തെറ്റാണോ ശരിയാണോ ചോദിച്ചിട്ടുള്ളതെന്ന് ആദ്യം നോക്കാം. കേരളത്തിലെ പോർച്ചുഗീസുകാരുടെ മതനയം ഉദാരവും പ്രബുദ്ധവുമായിരുന്നു. ആണോ? ഒരിക്കലും അല്ല. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാരുടെ. അവരുടെ കാര്യങ്ങൾ കുറച്ച് കൂടുതലുണ്ട്. അവിടെ നിന്ന് വരുന്ന കുറേയധികം പേരുടെ കാര്യങ്ങളും അവർ കൊണ്ടുവരുന്ന പോളിസീസ്, അതുപോലെ അവർ തന്ന സംഭാവനകൾ, അവരുടെ ഇത് ഇവിടെ ക്ഷയിച്ചു പോയി, പിന്നീട് ഇല്ലാതായി എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ യൂറോപ്യന്മാരുടെ വരവിൽ നമ്മൾ ഈ പറയുന്ന പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച്, ബ്രിട്ടീഷ് ഒക്കെ പഠിക്കുമ്പോൾ ഈ പറയുന്ന പോർച്ചുഗീസ് ഒക്കെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, പോർച്ചുഗീസ്, ഡച്ച് ഇതൊക്കെ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് കുറേയധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അവരുടെ മതനയം ഒരിക്കലും ഉദാരമായിരുന്നില്ല. ഓക്കെ, ദെൻ 1741 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്, നമുക്ക് പണ്ട് തൊട്ടേ അറിയാവുന്ന കാര്യമാണ്. ദെൻ ഹൈദരാലിയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചു. ഹൈദരാലി ആയിട്ടാണ് ഒപ്പുവെച്ചത്? ഒരിക്കലും അല്ല. നമുക്കറിയാം, ടിപ്പു സുൽത്താനായിട്ടാണ് ഒപ്പുവെച്ചത്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി, തേർഡ് ആംഗ്ലോ മൈസൂർ വാർ അവസാനിപ്പിച്ചത് ഈ ഒരു ഉടമ്പടിയോട് കൂടിയാണ് അല്ലെ? ഇത് നമുക്കറിയാം. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയല്ലേ? അപ്പോൾ ഓൾറെഡി എന്താണ്, ഒന്ന് തെറ്റാന്ന് നമുക്ക് മനസ്സിലായി. നമ്മളോട് തെറ്റായിട്ടാണ് ചോദിച്ചുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആദ്യമേ പോയിരുന്നു. പിന്നെ ഓപ്ഷൻ 3 കൂടെ തെറ്റായതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടി, ഇതാണ് എന്നുള്ളത്. ഓക്കെ, ഇനി ലാസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് കൂടെ ഒന്ന് നോക്കാം. ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടിയ പാലിയത്തച്ഛനായിരുന്നു കൊച്ചിയിലെ മുഖ്യമന്ത്രി. അത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആൻസറിലേക്ക് എത്താൻ. അടുത്ത ചോദ്യം, കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിന്റെ രചയിതാവ് ആരാണ്? ഡയറക്റ്റ് ആൻസർ പറയാം, സി അച്യുതമേനോനാണ് കേട്ടോ. ദെൻ താഴെ പറയുന്നവയിൽ ഏതാണ് തുടക്കത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടാത്തത്? ഇപ്പോൾ INC വരുന്ന സമയത്ത് കുറച്ച് ലക്ഷ്യങ്ങൾ അവർക്കുണ്ടായിരുന്നു തുടക്കത്തിൽ. അത് നമുക്ക് SCERT കാണാൻ സാധിക്കും. ഓക്കെ, SCERT ടെക്സ്റ്റിൽ അത് 7ാം ക്ലാസ്സിലെ ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന് പറയുന്ന പാഠത്തിൽ പറയുന്നുണ്ട് INCയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ആക്ച്വലി ആവശ്യപ്പെടാത്തതെന്ന് പറയുന്നത്
ഒന്നിൽ കൂടുതൽ ഉത്തരം ഉള്ളത് കൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്യപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ചിലപ്പോൾ നമ്മളോട് കറക്റ്റായിട്ട് തന്നിട്ട് ചോദിക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഇത് പറയാം ലക്ഷ്യങ്ങൾ. ഒന്ന്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദബോധം വളർത്തുക എന്നുള്ളത് INCയുടെ തുടക്കകാലത്തെ ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. ഓക്കെ, നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഉണ്ടോ എന്നുള്ളൊരു കാര്യം ചിന്തിക്കും. എന്താണ് അവർ ചെയ്തിരുന്നത്? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ എന്താണ് ഒരു സൗഹൃദബോധം ഉണ്ടാകണം എന്നുള്ള ആ ഒരു ഇത് അവരുടെ ലക്ഷ്യങ്ങളിലുള്ളതായിരുന്നു. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തുക. അവിടെ ഒരു ഡിസ്പാരിറ്റിയും ഇല്ലാതെ ജാതി മത പ്രാദേശികമായിട്ടുള്ള ഒരു വ്യത്യാസങ്ങളും കാണിക്കാതെ ദേശീയ ബോധം എല്ലാവരുടെ ഉള്ളിലും ആ ഒരു ഇന്ത്യൻസ് അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യക്കാരെന്നുള്ള ആ ഒരു ഇത് ബോധം വളർത്തുക എന്നുള്ളത് അവരുടെ ഉള്ളിലുള്ളതായിരുന്നു, അവരുടെ ലക്ഷ്യങ്ങളിലുള്ളതായിരുന്നു. ഓക്കെ, ദെൻ മൂന്നാമത്തത്, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. സ്വാഭാവികമായിട്ട് അത് അവരുടെ ലക്ഷ്യങ്ങളിലുള്ള ഉണ്ടായിരുന്നു. 3 കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലെ. ഒന്നെന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ആ ഒരു എന്താണ് പറയാ ഒരു സൗഹൃദ ബോധം അല്ലെ, അത് ഉണ്ടാക്കുക എന്നുള്ളത്. 2, ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായിട്ട് ദേശീയ ബോധം വളർത്തുക എന്നുള്ളത്. 3, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത്. ഇതിപ്പോ ബൈഹാർട്ടായി പഠിച്ചില്ലേ, ഇപ്പൊ തന്നെ പഠിച്ചു പോക്കോളൂ കേട്ടോ. നെക്സ്റ്റ്, ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നായ ചേരിചേരാ പ്രസ്ഥാനത്തെ പരിപോഷിപ്പിക്കുന്നതിൽ താഴെ പറയുന്നവയിൽ ഏത് നേതാക്കളാണ് നെഹ്റുവുമായി ബന്ധമില്ലാത്തത്? നമുക്കറിയാം, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് അല്ലെ, ചേരിചേരാ പ്രസ്ഥാനമൊക്കെ നമുക്കറിയാം. ഇതിൽ ആരൊക്കെയാണ് ഈ ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്നുള്ളതൊക്കെ ഞാൻ മുൻപ് ഉള്ള കുറേയധികം വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. നിങ്ങൾക്കത് അറിയാമായിരിക്കും. ഇപ്പോൾ ഓപ്ഷൻസിൽ സുകാർണോ, ഗമാൽ അബ്ദുൽ നാസർ, മാർഷൽ ടിറ്റോ ഒക്കെ ബന്ധമുള്ളതാണ്. ചൗവൻ ലായ് ഒഴിച്ച്. ചൗവൻ ലായുടെ പ്രത്യേകത എന്താ? അദ്ദേഹവുമായിട്ടാണ് എന്താണ് ജവഹർലാൽ നെഹ്റു ഈ പറയുന്ന പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് അല്ലെ. പഞ്ചശീല തത്വങ്ങൾ എന്നായിരുന്നു? 1954 അത് അതിർത്തി തർക്കം ഒക്കെ വന്നതിന് ശേഷമാണ് ഈ ഒരു പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, നെക്സ്റ്റ്, താഴെ പറയുന്ന വിപ്ലവങ്ങൾ അവയുടെ സംഭവത്തിന്റെ ക്രമത്തിൽ ക്രമീകരിക്കുക. അപ്പോൾ തുടക്കത്തിൽ ഇത്രയൊക്കെ ചോദ്യം കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചാണ് സിമ്പിൾ അല്ലേ എന്നല്ലേ. വരട്ടെ, ഇനി അങ്ങോട്ടുള്ളതാണ് കാണുമ്പോഴാണ് നമ്മളൊന്ന് ഞെട്ടുക. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ചൈനീസ് വിപ്ലവം, റഷ്യൻ വിപ്ലവം. ഞാൻ ഡയറക്റ്റ് വർഷം തന്നെ ജസ്റ്റ് എഴുതി പോവാം. ഇംഗ്ലണ്ട് വിപ്ലവം എന്ന് പറയുന്നത് എന്താണ് 1688, 89 കാലഘട്ടം എന്ന് പറയാം. ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് 1789, 94 എന്നുള്ള ഒരു ഇതിലാണ്. ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത് കുറച്ചും കൂടെ അങ്ങോട്ടാണ്, 1911 to 1912 എന്നുള്ള രീതിയിൽ പറയാം എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുക. ദെൻ റഷ്യൻ വിപ്ലവം 17 to 1923 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് അത് പറഞ്ഞു എന്നുള്ളൂ. അമേരിക്കൻ നമുക്കറിയാം 1775 to 1783. ഓക്കെ, ഇങ്ങനെയാണ് വരിക. എനിവേസ്, ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും നമുക്കറിയാം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് ആദ്യം നടന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മളോട് കറക്റ്റ് എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? കറക്റ്റ് ഓർഡറിലാക്കാനാണ് പറയുന്നത്. അപ്പൊ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് ആദ്യം വരിക. അത് ഓരോ ഓപ്ഷനേ ഉള്ളൂ, അത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ്, അടുത്തിടെ ഇന്ത്യയിലെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെ പൂർണ്ണമായും മാറ്റിമറിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? അപ്പൊ നോക്കി, ഇത് ഒരു കറണ്ട് അഫയർ ഫാക്ട് പോലെ അന്ന് വന്ന ഒരു ചോദ്യമാണ്. വീണ്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ പൂർണ്ണമായിട്ട് മാറ്റിമറിച്ച കുറേയധികം കാര്യങ്ങൾ. ആക്ച്വലി ഇതിന്റെ ആൻസർ ഞാൻ ആദ്യം പറയാം, എന്നിട്ട് നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ പറയുന്ന ക്രിമിനൽ നിയമങ്ങളുണ്ടല്ലോ, അത് അടിമുടി പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ലോക്സഭയിൽ ബില്ലുകൾ അവതരിപ്പിക്കുകയുണ്ടായി. ഓക്കെ, അതിൽ ഈ പറയുന്ന രീതിയിൽ ബില്ല് അവതരിപ്പിച്ചത് 11/8/2023 ഓക്കെ, ആരാണ് അവതരിപ്പിച്ചത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി അല്ലെ, ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള അമിത്ഷാ ആണ് എന്ത് ചെയ്തത്? അവതരിപ്പിച്ചത്. അപ്പോൾ ഏതിനൊക്കെ പകരം വന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. IPC, CRPC, ഇതൊക്കെ ഏതിന് പകരം എന്താണ് ഇനി പുതിയ പേരുകൾ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം. നമുക്ക് നോക്കാം ആദ്യത്തെ പറയുന്നത് എന്താണെന്നുള്ളത്. ഇന്ത്യൻ പീനൽ കോഡിന് പകരം ഭാരതീയ ന്യായ സംഹിത എന്ന നിയമമാണ് നിലവിൽ വന്നത്. ശരിയാണ്. IPCക്ക് പകരം എന്താണ് വന്നത്? IPCക്ക് പകരം ഭാരതീയ ന്യായ സംഹിത. ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞ രീതിയിലാണ് വന്നത്. അതിന്റെ ഇന്റേണൽ ആയിട്ട് കുറച്ചധികം കാര്യങ്ങളുണ്ട് കേട്ടോ. പുതിയ വകുപ്പുകൾ കുറച്ച് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെ വകുപ്പുകളിൽ കുറച്ച് ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. ചില വകുപ്പുകൾ ചുരുക്കിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നില്ല. ജസ്റ്റ് IPC ആണ് ഭാരതീയ ന്യായ സംഹിതയായി മാറിയത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, അതായത് CRPC, ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയാണ് വന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നുള്ളതാണ് നിലവിൽ വന്നത്. ഇന്ത്യൻ എവിഡൻസ് ആക്ട്, അതായത് തെളിവ് നിയമം. ഓക്കെ, തെളിവ് നിയമത്തിന് പകരം വന്നതാണ് എന്ത്? ഭാരതീയ സാക്ഷ്യ അധിനിയം. 3 ഇപ്പൊ തന്നെ പഠിച്ചില്ലേ?
പഠിച്ചല്ലോ. നെക്സ്റ്റ് പുതിയ പരിഷ്കാരം 2024 ജൂലൈ 1 മുതലാണോ പ്രാബല്യത്തിൽ വന്നത്? തീർച്ചയായിട്ടും അന്നാണ് പ്രാബല്യത്തിൽ വന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിക്കുകയാണ്. നമ്മൾ IPCക്ക് പകരം എന്താ വന്നത്? ഭാരതീയ ന്യായ സംഹിതയാണ് വന്നത്. CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരം വന്നത് എന്താണ്? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയാണ് വന്നത്. ഇനി അടുത്തത് എന്താണ്? തെളിവ് നിയമം അല്ലെ, എവിഡൻസ് ആക്ട് എന്ന് പറയും. ചിലപ്പോൾ മലയാളത്തിലായിരിക്കും തരിക, മലയാളത്തിലാണെങ്കിൽ തെളിവ് നിയമം എന്നാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഇതിന് പകരം എന്താണ്? ഭാരതീയ സാക്ഷ്യ അധിനിയമമാണ് നിലവിൽ വന്നത്. ഇനി എന്നാണ് ഇത് കെയിം ഇൻ ടു എഫക്ട് എന്ന് പറയുന്നത്? അത് ജൂലൈ 1, 2024 ആണ്. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചല്ലോ. നെക്സ്റ്റ്, മഞ്ഞ മൂടിയ ആർട്ടിക് ധ്രുവ പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങളുടെ കൂട്ടത്തിന് പേര് നൽകുക. ഇത് ആക്ച്വലി എക്സ്ട്രീംലി വളരെയധികം ടഫായിട്ട് ഉള്ളൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ. മഞ്ഞ മൂടിയ ആർട്ടിക് ധ്രുവ പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങളുടെ കൂട്ടത്തിന്റെ പേരെന്താണെന്നറിയോ? ഹെക്കിസ്റ്റോ തേമുകൾ എന്നുള്ളതാണ്. ഹെക്കിസ്റ്റോ തേം. ഓക്കെ, ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ എഴുതുക, ഹെക്കിസ്റ്റോ തേംസ്. അതായത് വളരെയധികം പോളാർ, ആർട്ടിക്, വളരെ ലോ ടെമ്പറേച്ചറിൽ വളരുന്ന സസ്യങ്ങളുടെ ആ ഒരു കൂട്ടത്തിന് പറയുന്ന പേരാണിത്. ഓക്കെ, ഇനി ബാക്കിയുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. ഇതിൽ പറയുന്ന മൈക്രോ തേംസ് എന്താണെന്നറിയോ? ഇതുപോലെ തന്നെയാണ്, പ്ലാന്റ്സ് തന്നെയാണ്. അത് കൂൾ ടെമ്പറേച്ചറിൽ തന്നെയാണ് എന്ത് ചെയ്യുക, കൂൾ ക്ലൈമറ്റിലാണ് എന്ത് ചെയ്യുക, വളരുന്നത്. ഓക്കെ, പക്ഷേ അതിൻ്റെ ഒരു എക്സ്ട്രീംലി കോൾഡ് ആയിട്ടുള്ള പോളാർ ഏരിയാസിലുള്ള അല്ലാതെ ജസ്റ്റ് ഒരു 0°C 14°C ടെമ്പറേച്ചറിന് ഇടയിൽ ഇതാക്കുന്ന കൂൾ ക്ലൈമറ്റിൽ എന്താണ് അത് ത്രൈവ് ചെയ്യാൻ പറ്റും, വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് മൈക്രോ തേംസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മെഗാ തേംസ് എന്താ? മെഗാ തേംസ് എന്ന് പറയുന്നതും പ്ലാന്റ്സ് തന്നെയാണ്. അത് പക്ഷെ എന്താണെന്നറിയോ? അത് വളരെ ഹോട്ട് ആയിട്ടുള്ള ക്ലൈമറ്റ്, വളരെയധികം ചൂട് കൂടിയ ഹ്യൂമിഡ് ക്ലൈമറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് മെഗാ തേം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മെസോ തേംസ് എന്താ? മെസോ തേംസ് എന്ന് പറയുന്നത് ആക്ച്വലി അത് ഒരു ടൈപ്പ് ഓഫ് ആനിമൽ ആണ്. ഓക്കെ, ഒരു എന്താണ് പറയുക, അവരുടെ ഒരു തെർമോ റെഗുലേറ്ററി സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആനിമൽ ആണ്. അത്രയും നിങ്ങളിപ്പോൾ തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. മെസോ തേംസിന് വരുന്ന ആനിമൽസിന് ഉള്ള ഒരു എക്സാമ്പിൾ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദുർബലവും കഠിനവുമായ പാറകളാൽ ചുറ്റപ്പെട്ട പക്വമായി വിഘടിച്ച താഴികക്കുട ഘടനകളിൽ സാധാരണയായി കാണപ്പെടുന്ന ഡ്രെയിനേജ് പാറ്റേണിന്റെ തരം. ഇത് ആക്ച്വലി ഒരു 10th ലെവൽ എക്സാമിന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം ഇത് ഡിഗ്രി ലെവലിലാണ് കൂടുതൽ ഡ്രെയിനേജ് പാറ്റേൺ ഒക്കെ പഠിക്കാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി ഇതിന്റെ ആൻസർ എന്താണ് എന്നുള്ളത്, അല്ലാതെ ഇതിന്റെ ഡീറ്റെയിൽഡ് ഇതിലേക്ക് ഇതാക്കണമെന്നില്ല. അങ്ങനെ വളരെ ടഫായിട്ടുള്ളതും ഡിഗ്രി ലെവലുള്ളതും ഞാൻ അങ്ങനെ മെൻഷൻ ചെയ്തിരിക്കും. ഇപ്പോൾ ഇതും അതെ, അത്യാവശ്യം ഒരു ടഫായിട്ടുള്ളതാണ്, പക്ഷെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇതങ്ങനെയല്ല, ഡ്രെയിനേജ് പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്. എനിവേസ് ഒന്ന് അറിഞ്ഞു വെച്ചോളൂ, ഇത് ആനുലാർ പാറ്റേൺ ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, അഡ്വാൻസ്ഡ് സ്പേസ് ബോൺ തെർമൽ എമിഷൻ ആൻഡ് റിഫ്ലക്ഷൻ റേഡിയോമീറ്റർ ആസ്റ്റർ എന്നത് താഴെ പറയുന്ന ഏത് ഉപഗ്രഹവുമായി ബന്ധപ്പെട്ട ഉയർന്ന റെസൊല്യൂഷൻ റിമോട്ട് സെൻസിംഗ് ഉപകരണമാണ്? ഇതൊരു കറണ്ട് അഫയർ ക്വസ്റ്റൻ ആണ്. ഓക്കെ, വളരെയധികം ടഫായിട്ട് തോന്നുന്നു അല്ലെ പേരൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ നമുക്ക് അറിയാലോ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ളതാണ്. നമ്മൾ സ്പേസ് പഠിക്കുമ്പോൾ മെയിൻലി നമ്മളുടെ ISRO ആദ്യം നമ്മൾ പഠിക്കും, പിന്നെ നമ്മൾ പഠിക്കാൻ സാധ്യതയുള്ള ഏതാ? നാസ അല്ലേ? നാസയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കറണ്ട് അഫയർ ആണിത്. അപ്പോൾ ഈ പറയുന്ന അഡ്വാൻസ്ഡ് സ്പേസ് ബോൺ തെർമൽ എമിഷൻ ആൻഡ് റിഫ്ലക്ഷൻ റേഡിയോമീറ്റർ ആസ്റ്റർ എന്നത് താഴെ പറയുന്ന ഏത് ഉപഗ്രഹവുമായിട്ടാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ടെറ എന്ന് പറയുന്ന ഉപഗ്രഹവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് പറഞ്ഞല്ലോ. ടെറ എന്ന് പറയുന്ന സംഭവം ബിൽഡ് ചെയ്തത് ജപ്പാനാണ്. ഇത് എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്തത്. സോ ദിസ് ഇസ് ആക്ച്വലി പ്രൊജക്ട് ബിറ്റ്വീൻ നാസ ആൻഡ് ജപ്പാൻ എന്നുള്ളതാണ് കറക്റ്റ് പറയുകയാണെങ്കിൽ ശരി. ഈ സംഭവം ബിൽഡ് ചെയ്തിരിക്കുന്നത് ജപ്പാന്റെ ഇതിലാണ്, അതായത് ജപ്പാൻസ് മിനിസ്ട്രി ഓഫ് ഇക്കണോമി, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. അപ്പോൾ നാസയും ജപ്പാനും തമ്മിലുള്ളൊരു ഇതിന്റെ ഒരു എന്താ പറയുക, ഒരു മിഷൻ എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്ന ഒരു സംഭവമാണ് ആസ്റ്റർ ഓഫ് ടെറ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ മൺസൂണിന്റെ സംഭവങ്ങളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇത് നമുക്ക് പഠിക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഈ ആക്ച്വലി ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എല്ലാം ശരിയാണ് കേട്ടോ. പക്ഷേ നമ്മൾ പെട്ടെന്ന് വായിച്ചു നോക്കുമ്പോൾ ഇതൊക്കെ ശരിയാണോ എന്ന് നമുക്ക് സംശയം തോന്നും. എന്നിരുന്നാലും മനസ്സിലാക്കുക ഇതെല്ലാം ശരിയാണ്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യൻ മൺസൂൺ നമ്മളിപ്പോൾ SCERT ലെവലിൽ NCERT ഒരു പക്ഷേ നോക്കി നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. SCERT ജസ്റ്റ് ഇന്ത്യൻ മൺസൂണിനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ സംശയം തോന്നും. എന്നിരുന്നാലും മനസ്സിലാക്കുക, ഹിമാലയവും ടിബറ്റൻ പീഠഭൂമികളും ഭൗതിക തടസ്സങ്ങളായിട്ടും ഉയർന്ന തോതിലുള്ള താപത്തിന്റെ ഉറവിടമായും പ്രവർത്തിക്കുന്നു. ഏഷ്യൻ ഭൂപ്രദേശത്തെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും വ്യത്യസ്തമായ ചൂടാക്കലും തണുപ്പിക്കലും പിന്നെ ഒരു നെഗറ്റീവ് തെക്കൻ ആന്തോളനം, ഇതൊക്കെ ആക്ച്വലി ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് വിത്ത് റെസ്പെക്ട് ടു ഇന്ത്യൻ മൺസൂൺ. ഓക്കെ, ആ കാര്യമൊന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് കിടക്കാം. കേരളത്തിലെ താഴെ പറയുന്ന നദികളെ അതിന്റെ നീളം അനുസരിച്ച് ഏറ്റവും ഉയരമുള്ളത് മുതൽ താഴെയുള്ളത് വരെ ക്രമീകരിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നദികളിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ആദ്യത്തെ ഒരു 5 നദികൾ നീളത്തിന്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ലോങ്ങസ്റ്റ് വെച്ചിട്ട് പെരിയാറിൽ തുടങ്ങി ആദ്യത്തെ ഒരു 5 ഉണ്ടല്ലോ, അതും നോക്കണം. പിന്നെ ഏറ്റവും എന്താണ് വടക്കേറ്റത്തുള്ള നദി, തെക്കേറ്റത്തുള്ള നദി, അങ്ങനെയും
ഏറ്റവും ചെറുത് വലുത് അങ്ങനെയും പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. തന്നിരിക്കുന്നതിൽ ഭാരതപ്പുഴയാണ് എന്തൊക്കെ ചെയ്താലും നീളത്തിൽ ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വരിക. കാരണം ഭാരതപ്പുഴയുടെ നീളം എന്ന് പറയുന്നത് 209 കിലോമീറ്റർ ആണ്. ഓക്കെ, പെരിയാറിന്റെ വരുന്നത് 244 കിലോമീറ്റർ ആണ്. സെക്കൻഡ് ആണ് 250 കിലോമീറ്റർ ആണ് ഭാരതപ്പുഴ വരുന്നത്. 176 കിലോമീറ്റർ ആണ് പമ്പയുടെ നീളം വരുന്നത്. ഓക്കെ, ദെൻ ചാലിയാർ, പിന്നെ ചാലിയാറാണ് വരിക. ചാലിയാർ എത്രയാ? 169 കിലോമീറ്റർ ആണ്. 169 കിലോമീറ്റർ ആണ്. ദെൻ ചന്ദ്രഗിരി 105 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇനി ഏറ്റവും എന്താണ് ചെറുതായിട്ടുള്ള മഞ്ചേശ്വരം പുഴ, അത് എത്രയാ? 16 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ മഞ്ചേശ്വരം പുഴ എന്ന് പറയുന്നത്. ഓക്കെ, ഷോർട്ടായിട്ട് എഴുതുന്നുള്ളൂ. പിന്നെ ചാലക്കുടി പുഴയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നദികളിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. ചാലക്കുടി പുഴ 145 കിലോമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് ഏതാ? ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ആഗോള സംഗീത പ്രകടനത്തിനുള്ള 66ാമത് ഗ്രാമി അവാർഡിൽ 3 അംഗീകാരങ്ങൾ നേടിയത് ആരാണ്? അത് ഉസ്താദ് സക്കീർ ഹുസൈൻ ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? പ്ലാനിംഗ് കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. താഴെ തന്നിട്ടുള്ളത് നോക്കാം. പഞ്ചവത്സര ആസൂത്രണ കമ്മീഷന് പകരം 2014 നീതി ആയോഗ് നിലവിൽ വന്നു. 2014 വന്നത്? അല്ല, 2015 ജാനുവരി 1 വന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് പോയില്ലേ? ഓക്കെ, ദെൻ ആദ്യ പഞ്ചവത്സര പദ്ധതിയിൽ ഹരിത വിപ്ലവം നടപ്പിലാക്കി. ഇതും തെറ്റാണ്. ആദ്യ പഞ്ചവത്സര പദ്ധതിയിലല്ല, 3rd 5-year പ്ലാനിലാണ് ഈ പറയുന്ന ഹരിത വിപ്ലവം ഗ്രീൻ റവല്യൂഷൻ നടത്തുന്നത്. 1961 മുതൽ 66 വരെയുള്ള ഒരു കാലഘട്ടം, 3rd 5-year പ്ലാനിന്റെ സമയത്ത്. ദെൻ 1966-69 വർഷങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അവധിക്കാലമായിരുന്നു, പ്ലാൻ ഹോളിഡേ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് ശരിയാണ്. 2ാം പഞ്ചവത്സര പദ്ധതിയിൽ മഹലനോബിസ് മാതൃക പിന്തുടർന്നു, അതും ശരിയാണ്. പക്ഷേ ഈ ക്വസ്റ്റൻ എന്ത് ചെയ്യപ്പെട്ടു? ഡിലീറ്റഡ് ആയിപ്പോയി. ആക്ച്വലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു അത്, അല്ലെ? പക്ഷെ എന്ത് ചെയ്യാം, 2 തെറ്റാണ് അതിൽ. ഓക്കെ, നെക്സ്റ്റ് ഓപ്പറേഷൻ ഫ്ലഡ് ഇതുമായിട്ടാണ് ബന്ധപ്പെട്ടുള്ളത്. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പാലുൽപാദനം വർദ്ധിപ്പിക്കുക എന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ചോദ്യം, GST കൗൺസിൽ ഓഫ് ഇന്ത്യ നിശ്ചയിച്ചിട്ടുള്ള GST നിരക്കിന്റെ പരമാവധി പരിധി എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അത് എത്രയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. 28%. ഓക്കെ, ദെൻ അടുത്തത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇത് നമുക്ക് ഈ പറയുന്ന 10th ബേസ്മെന്റിൽ നടക്കുന്ന എക്സാംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് സംഭവം പഠിക്കാനുണ്ട്. ഇത് ടെക്സ്റ്റിൽ കുറച്ചൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. വൻകിട വ്യാവസായിക സ്ഥാപനങ്ങൾക്ക് ദീർഘകാലവും ലോങ് ടേം, ദെൻ ഇടത്തരവും മീഡിയം ധനസഹായം നൽകുകയെന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ 1948 ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ നിയമത്തിന് കീഴിലാണ് ഡാഷ് 1948 ജൂലൈയിൽ സ്ഥാപനമായത്. താഴെ പറയുന്നതിൽ ഏതോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ പറയുന്ന രീതിയിൽ വലിയ വലിയ വ്യാവസായിക സ്ഥാപനങ്ങൾക്ക് എന്താണ് ഷോർട്ട് ടേം ലോൺസ് ആണോ? അല്ല, ലോങ് ടേമും മീഡിയം ടേം ലോൺസ് നൽകുക എന്നുള്ള ഒരു പ്രൈമറി ഒബ്ജക്റ്റീവോട് കൂടി 1948 ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ നിയമത്തിന് കീഴിൽ 1948 ജൂലൈയിൽ സ്ഥാപിതമായത്. ആ ചോദ്യത്തിൽ തന്നെ അതിന്റെ ഉത്തരം കിടക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷന് കീഴിലാണ് അത് വന്നത്, അല്ലെ? സോ അതിന്റെ ആൻസർ ഏതാണെന്നറിയോ? വേറൊന്നുമല്ല, IFCI, അതായത് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഭവമാണ് നമുക്ക് ഈ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസും ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷനെ കുറിച്ചും നമ്മളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള SCERT പാഠഭാഗം ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, നമ്മൾ ഈ ഒരു പാഠഭാഗം നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട 10ാം ക്ലാസ്സിലെ ഒരു പാഠഭാഗമാണിത്. അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാങ്ക് ദേശസാൽക്കരണമൊക്കെ വെച്ചിട്ട് ഇവിടെ വരെയാണ് നമ്മൾ കറക്റ്റ് RBIയുടെ ഇതുവരെയാണ് പറഞ്ഞു നിർത്തിയിരുന്നത്. ഓക്കെ, ഇതുവരെ പറഞ്ഞു നിർത്തി. ഓക്കെ, 10ാം ക്ലാസ്സിലെ 9ാമത്തെ പാഠഭാഗം SS2 ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ കുറച്ച് ഭാഗം ഞാൻ ഓൾറെഡി എടുത്തതാണ്. ഓക്കെ, ഇതിന്റെ ആദ്യത്തെ പോർഷനൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് SCERT ക്ലാസ്സസ് എന്നുള്ളതിൽ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ RBIയുടെ ഫംഗ്ഷനൊക്കെ വരെ പറഞ്ഞു നിർത്തിയതാണ്. അതുപോലെ ബാങ്ക് ദേശസാൽക്കരണവും പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ പറയാതെ മാറ്റി വെച്ചതാണ് ഈ പറയുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ. അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകുമല്ലോ. അപ്പോൾ നോക്കിയേ, ഈ പറയുന്ന ധനകാര്യ സ്ഥാപനങ്ങളെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബാങ്കുകളും നോൺ ബാങ്കുകളും. ഓക്കെ, ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും, അതായത് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും. ഓക്കെ, അതിൽ ബാങ്കിലെ തന്നെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് വാണിജ്യ ബാങ്കുകൾ അഥവാ കമേഴ്ഷ്യൽ ബാങ്ക്സ്, ദെൻ സഹകരണ ബാങ്കുകൾ കോപ്പറേറ്റീവ് ബാങ്ക്സ്, ദെൻ വികസന ബാങ്കുകൾ ഡെവലപ്മെന്റ് ബാങ്ക്സ്, ദെൻ സവിശേഷ ബാങ്കുകൾ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ്. ഓക്കെ, ഇനി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമുക്ക് ബാങ്ക് എന്നുള്ള പേര് അതിൻ്റെ കൂടി ഉണ്ടാവില്ല. ബാങ്കിതര ധനകാര്യ കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഡിവിഷൻ വരുന്നത്. ഇനി ബാങ്ക് എന്താ സ്വദേശി ചെയ്യുക? അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അല്ലെ? ഇവിടെ എഴുതിയിട്ടുണ്ട്. ബാങ്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും? ഡെപ്പോസിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. അത് ഇൻട്രസ്റ്റ് റേറ്റോട് കൂടി തിരിച്ചു കൊടുക്കും, അല്ലെ? ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാർ. അതുപോലെ തന്നെ ലോൺസ് കൊടുക്കും. ചില ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ ബേസിസിൽ അതിനും ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാകും. അത് അടക്കം ലോൺസ് തിരികെ
വായ്പ എന്ത് ചെയ്യും, മൊത്തം ആ പലിശ അടക്കം തിരികെ മേടിക്കും അല്ലേ. ഇത് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബാങ്കിന്റെ ലാഭം എന്ന് പറയുന്നത്. എപ്പോഴും ഡെപ്പോസിറ്റ് റേറ്റിനേക്കാളും കൂടുതൽ എന്തായിരിക്കും, ലോൺസിന് കൊടുക്കുന്ന റേറ്റ് ആയിരിക്കും കൂടുതൽ. ഓക്കെ, ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വാണിജ്യ ബാങ്കുകൾ ഉണ്ടല്ലോ, വാണിജ്യ ബാങ്കിൽ തന്നെ നമുക്ക് പബ്ലിക് സെക്ടർ ബാങ്കുകളുണ്ട്, അതായത് പൊതുമേഖലാ ബാങ്കുകളുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുണ്ട്. ഓക്കെ, പബ്ലിക്കും പ്രൈവറ്റും ഉണ്ട്. ഇതിൽ പ്രൈവറ്റിൽ വരുന്നതാണ് ICICI എന്ന് പറയുന്നത്. അത് 1994 സ്ഥാപിതമാകുന്ന ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണ്. അപ്പോൾ അത് എന്തായാലും എന്താണ് അല്ലാന്ന് നമുക്കറിയാം. ഇനി ബാക്കി ഈ 3 പേര് എന്ത് കാറ്റഗറിയിലാണ് വരിക? ഓക്കെ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഡയറക്റ്റ് നോക്കാം. ഇതിൽ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയാം. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്ക്. ഞാൻ വേണമെങ്കിൽ SCRT ക്ലാസ്സിന്റെ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇതെടുക്കാം. അതായത് നമ്മൾ ഓൾറെഡി RBIയുടെ ഫംഗ്ഷൻസ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ബാങ്കിങ് എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഈ ഭാഗം എടുത്ത് തരാം. കാരണം കൃത്യമായിട്ട് ഇതിന്റെ വർഷം, ഒരു ബാങ്കുകൾ എപ്പോഴാണ് സ്ഥാപിതമായത്, അതിന്റെ സ്ഥാപിതമാകാൻ കാരണമായിട്ടുള്ള കമ്മിറ്റി ഏതാണ്, അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. ഇത് ചോദിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ മേഖല, ഈ ചാപ്റ്റർ ഈ ഒരു മേഖല കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് സെറ്റാക്കി തരാം. ഓക്കെ, മനസ്സിലാക്കാൻ വാണിജ്യ ബാങ്കുകൾ ഞാൻ പറഞ്ഞു, പബ്ലിക്കും ഉണ്ട് പ്രൈവറ്റും ഉണ്ട്. അതിൽ പ്രൈവറ്റിൽ തന്നെ നമുക്ക് സ്വകാര്യ ഇന്ത്യൻ പ്രൈവറ്റ് ഉണ്ട്, വിദേശമുണ്ട്. ഓക്കെ, ഫോറിൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കാൻ ഇപ്പോൾ ജസ്റ്റ് പറയുകയാണ് ഞാൻ എക്സാമ്പിൾ. അപ്പോൾ നമുക്കറിയാവുന്ന SBI, ബാങ്ക് ഓഫ് ബറോഡ പോലെയുള്ള ബാങ്കുകളൊക്കെ വരുന്നത് ഈ പറയുന്ന വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. ഇനി സഹകരണ ബാങ്കുകളുണ്ട്. ഈ സഹകരണ ബാങ്കുകൾ സാധാരണ നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ ഈ സഹകരണ ബാങ്കിന്റെ എക്സാമ്പിൾ ആണ് കേരള ബാങ്ക് ഒക്കെ പറയുന്നത് കേട്ടോ. ഞാൻ എക്സാമ്പിൾ റെഡ് കളറിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഗ്രാമീൺ ബാങ്ക് ഈ പറയുന്നതിൽ ഏത് കാറ്റഗറിയിലാണ് വരിക? അത് സഹകരണ ബാങ്ക് ആണോ? ഇത് 4 ഏതാണെന്ന് നിങ്ങൾ പറയണം കേട്ടോ. വികസന ബാങ്കും സവിശേഷ ബാങ്കും. ഓക്കെ, ഇതിൽ ഈ പറയുന്ന വികസന ബാങ്കിൽ വരുന്ന ആൾക്കാരാണ് IDBI. ഓക്കെ, IDBI എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, ഞാൻ നേരത്തെ ബോർഡ് നിന്നുണ്ട് കേട്ടോ പറഞ്ഞത്. ബാങ്കാണ് IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് വരുന്നത്. ഇത് ഒരു ഷെഡ്യൂൾഡ് കമേഴ്ഷ്യൽ ബാങ്ക് ആണ്. അത് ഓക്കെ, വികസന ബാങ്കാണ്. അത് ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നതിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ IFCIയും ഈ പറയുന്ന ഡെവലപ്മെന്റ് ബാങ്കിൽ വരുന്നത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കാര്യം ഞാൻ ആദ്യം പറയാം. ഓക്കെ, IDBI എന്ന് പറയുന്നത് അത് തുടക്കത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലാണ് വരുന്നത്. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇതിൽ തന്നെയാണ് വരുന്നത്. 1964 ഇത് വരുന്നത്. ഓക്കെ, വർഷവും നോട്ട് ചെയ്യണം കേട്ടോ. 1964 IDBI വരുന്നത്. ഓക്കെ, പിന്നീട് ഇത് LICയുടെയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും ഓണർഷിപ്പിലേക്ക് മാറുകയാണ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് സെൻട്രൽ ഓണർഷിപ്പ് ഓഫ് LIC ആൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കാം. ഓക്കെ, ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി IFCI, ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളിപ്പോൾ കണ്ട പോലെ എന്താണ്, അതൊരു ഡെവലപ്മെന്റ് ബാങ്കാണ്. 1948 വന്നതാണ്. ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ ആക്ടൊക്കെ നമ്മൾ പറഞ്ഞു, ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പം ഞാനത് പറയേണ്ട ആവശ്യമില്ലല്ലോ, അതാണ് സംഭവം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഒരാളും കൂടി ഇല്ലേ ഓപ്ഷനിൽ, SIDBI എന്ന് പറയുന്നത്. ഓക്കെ, ആ SIDBI എന്ന് പറയുന്ന ആൾ വരുന്ന കാറ്റഗറി ഈ സവിശേഷ ബാങ്കാണ്. SIDBI എന്ന് പറയുന്നത് സവിശേഷ ബാങ്കുകളിൽ വരുന്ന ആളാണ്. അപ്പോൾ ഈ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന SIDBI ഒരു സവിശേഷ ബാങ്കാണ്, സ്പെഷ്യലൈസ്ഡ് ബാങ്കാണ്. ഓക്കെ, ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും അതുപോലെ തന്നെ വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് സഹായം നൽകുന്ന ടൈപ്പ് ഓഫ് ഒരു ബാങ്കാണിത്. ഓക്കെ, ഗ്രാമീണ വ്യവസായത്തെ ഉണർത്തുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ലക്ഷ്യം. കാരണം സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ ചെറുകിട വ്യവസായത്തെ അവർക്ക് വേണ്ട ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബാങ്കാണ്. അപ്പോൾ ഈ പറയുന്ന സവിശേഷ ബാങ്കുകൾ കുറച്ചുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ കണ്ട SIDBI എന്ന് പറയുന്നത് എന്നാണ്, അതൊരു ഗവൺമെന്റ് ഓൺഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഓക്കെ, ഗവൺമെന്റ് ഓൺഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണത്. April 2, ഞാൻ വേറെ കളറിൽ എഴുതാം, April 2, 1990 അത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സിന് കുറച്ച് എക്സാമ്പിൾ ഉണ്ട്. നമുക്ക് അത് ഈ ടെക്സ്റ്റിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെയാണ് ടെക്സ്റ്റിൽ. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചിലതൊക്കെ ഉണ്ട്, ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കിയാൽ ചിലപ്പോൾ കാണണമെന്നില്ല ടെക്സ്റ്റിൽ. അപ്പോൾ അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്, അതായത് എക്സ്ട്രാ ഫാക്ട്സ് ഒക്കെ ഉൾപ്പെടുത്തി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ട് നമ്മുടെ എന്താണ്, ഇത് ഇത്രയും ബാങ്കുകളാണ് സവിശേഷ ബാങ്കുകൾ എന്നറിയപ്പെടുന്നത്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന എക്സിം ബാങ്ക്, ദെൻ SIDBI, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. കണ്ടോ എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പിന്നെ നമ്മുടെ NABARD, ഓക്കെ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ആക്ച്വലി സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്നാ വന്നത് ഒന്നും കൂടെ ഞാൻ പറയാം, April 2, 1990. അപ്പോൾ ആ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ ഞാൻ ബാക്കിയുള്ള സവിശേഷ ബാങ്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷവും അതൊന്നും ഇതിൽ ചിലപ്പോൾ ഇതിലില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇത് എക്സിം ബാങ്ക് എന്നാണ് വന്നത്, ഒന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്ട്രാ ഫാക്ട്സും കൂടെ ഇതാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. കാരണം ചിലപ്പോൾ നമ്മളോട് വർഷമൊക്കെ വെച്ചിട്ട് ചോദിക്കാം. ഓക്കെ, ഇനി
അപ്പോൾ ഇതാണ് നമ്മൾ പഠിക്കേണ്ട അത്രയും ബാങ്ക്സിന്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഇനി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ അത് ഉൾപ്പെടുത്തി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഇതിലോട്ട് നമുക്ക് ഇനി പോവാം തിരിച്ച്. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യയിൽ കൃഷിക്ക് ഉപയോഗിക്കുന്ന പരമാവധി വിസ്തീർണം ഡാഷ് കൃഷിക്കാണ് ഉപയോഗിക്കുന്നത്. അത് ഏതാണ്? അത് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്, അരിയാണ്. പഞ്ചേശ്വരം മൾട്ടിപർപ്പസ് പ്രൊജക്ട് ചിലപ്പോൾ വാർത്തകളിൽ കാണാറുണ്ട്. ഇത് ഏത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വിദേശീയ ജലവൈദ്യുത പദ്ധതിയാണ്? ഓക്കെ, PMP എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ആണത്. ഈ പറയുന്ന PMP എന്ന് പറയുന്നത് ഏത് 2 രാജ്യങ്ങൾക്കിടയിലാണ്? എന്തായാലും ഇന്ത്യയിലുണ്ടെന്ന് നമുക്ക് ഓപ്ഷൻസ് കണ്ടപ്പോൾ മനസ്സിലായി. ഇത് ആക്ച്വലി ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഒരു ദ്വിദേശീയ ജലവൈദ്യുത പദ്ധതിയാണ് ഈ പറയുന്ന പഞ്ചേശ്വരം മൾട്ടിപർപ്പസ് പ്രോജക്ട് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി മഹാകാളി റിവർ ഉണ്ടല്ലോ, മഹാകാളി റിവർ സംബന്ധിച്ചുള്ള ഡിസ്പ്യൂട്ട് ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നു. ഈ മഹാകാളി ട്രീറ്റി 1996 മഹാകാളി ട്രീറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന പഞ്ചേശ്വരം മൾട്ടിപർപ്പസ് പ്രോജക്റ്റും ഇപ്പോൾ വാർത്തകളിൽ കാണുന്നത്. അത് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിന്റെ കൂടുതൽ ഡിസ്ക്രിപ്ഷൻ ഒന്നും ഞാൻ പറഞ്ഞു തരണ്ട അല്ലെ. തൊട്ടുകൂടായ്മ നിർത്തലാക്കലും ഏതെങ്കിലും രൂപത്തിലുള്ള അതിന്റെ ആചാരം നിരോധിക്കണം. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? നോക്കി, 42ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, ഇന്റഗ്രിറ്റി എന്നീ നാല് പുതിയ വാക്കുകൾ ചേർത്തോ? ഈ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി ഇത്രേ ചേർത്തുള്ളൂ. ഡെമോക്രാറ്റിക് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രസ്താവന എന്തായാലും തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. 1 തെറ്റാണ്, അതുകൊണ്ട് ഇത് പോയി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അടിസ്ഥാനമാക്കിയുള്ളതാണ് ആമുഖം. അത് ശരിയാണ്. അപ്പോൾ 2 ശരിയാണ് എന്നുള്ളത് ഉറപ്പായി. പക്ഷേ ഈ 2 ഓപ്ഷനിൽ 2 ഉണ്ട്. അടുത്ത നോക്കി, ഭരണഘടനയുടെ അടിസ്ഥാന ഘടന നശിപ്പിക്കാതെ പാർലമെന്റിന് ആമുഖം ഭേദഗതി ചെയ്യാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ശരിയാണ്. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറയുന്ന ഒരു സംഭവം കേശവാനന്ദ ഭാരതി കേസിലൂടെയാണ് എന്താണ് പറയുന്നത് അല്ലെ, സുപ്രീം കോടതി പറയുന്നത്. നിങ്ങൾക്ക് ഈ ഭരണഘടനയുടെ ഏത് ഭാഗം വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അമെൻഡ് ചെയ്യാം. പക്ഷേ അത് അതിന്റെ അടിസ്ഥാന ഘടനയെ മാറ്റുന്ന തരത്തിലുള്ളതാകരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ഏതാണ്? 2, 3 മാത്രമാണ്. ഓക്കെ, ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് നോക്കി. ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ വീഡിയോത്തിൽ ലെങ്ത് വന്നിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് ചെയ്യുകയാണ്. ഇനി അങ്ങോട്ടുള്ളതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് വലിയൊരു പാരാവാരം പോലത്തെ ഒരു ഇതുണ്ട്. ദെൻ CAG കുറിച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദെൻ നമ്മളുടെ എന്താണ് ഭരണഘടനയുടെ ആ ഒരു സംഭവം, അതായത് ഏത് ഭരണഘടനാ ബെഞ്ചാണ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള രീതിയിൽ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ഒരു പ്രസ്താവന ചോദ്യമുണ്ട്. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള ഇതൊക്കെ നല്ല തകർത്ത് പ്രസ്താവന ചോദ്യങ്ങളാണ്. സെൻസസ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, 2-3 എണ്ണം. പദ്ധതികൾ വെച്ചിട്ടുള്ളതുണ്ട്. ഓക്കെ, സുപ്രീം കോടതിയെ സംബന്ധിച്ചിട്ടുള്ള വലിയ നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ളത്. കുറേയധികം എന്താണ് വിവരാവകാശം സംബന്ധിച്ചുള്ള അതിൻ്റെയൊക്കെ കുറച്ചധികം നല്ല ചോദ്യങ്ങളുണ്ട്. ഓക്കെ, ഇനി അങ്ങോട്ടുള്ള കുറേയധികം കറണ്ട് അഫെയർ നമുക്ക് പ്രോഗ്രാംസ് ഒക്കെ പഠിക്കാനുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടുള്ളത് നല്ല ചോദ്യങ്ങളുണ്ട്. നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം വെച്ചിട്ടുള്ളത്, കൊച്ചി വാട്ടർ മെട്രോ പ്രൊജക്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് ഇനി ആൻസേഴ്സ് നോക്കാനുണ്ട്. ഈ ഒരു ചോദ്യ പേപ്പർ ഞാൻ പറഞ്ഞല്ലോ അധികം ആരും ഡിസ്കസ് ചെയ്ത് കണ്ടിട്ടുണ്ടാകില്ല. അപ്പോൾ നല്ല രീതിയിൽ നമുക്കിത് മനസ്സിലാക്കിയെടുക്കാം. നമ്മളിപ്പോൾ 20 ചോദ്യങ്ങൾ കണ്ടു, ബാക്കിയുള്ള നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഡിസ്കഷൻ കാണുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഏരിയാസും കൂടി നല്ലവണ്ണം പഠിച്ചു പോകുക. എന്നാലും നമുക്ക് അങ്ങനെ ഓരോ ഏരിയാസ് നന്നായിട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് കാണുന്ന സെക്രട്ടേറിയറ്റ് മെയിൻസിന് പഠിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റിവിഷൻ പോലെ ആകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.